അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു സിമ്പിൾ ടീ കപ്പ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കാണിത്. എന്നാൽ പിന്നെ നമുക്ക് വേഗം പോയിട്ട് കേക്ക് ഉണ്ടാക്കല്ലേ. ബിസ്മില്ലാ. നമുക്ക് ആദ്യം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും കൂടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഈ 1 കപ്പ് മൈദ എന്നുള്ളത് നമ്മളൊരു കപ്പ് ഇങ്ങനെ അമർത്തി എടുത്തിട്ടുള്ളതല്ല, അതായത് അതിലിങ്ങനെ കുത്തി നിറച്ചെടുത്തിട്ടുള്ളതല്ല. നോർമലായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ മൈദക്ക് പകരം വേണമെങ്കിൽ ആട്ട യൂസ് ചെയ്യാം. അപ്പോൾ ആട്ട യൂസ് ചെയ്യുമ്പോൾ ചെറിയ ടേസ്റ്റിൽ ചെറിയ മാറ്റം ഉണ്ടാവുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാൽ യൂസ് ചെയ്യുമ്പോൾ തണുപ്പില്ലാത്ത നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അതാ ഒരു 2 നുള്ള് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഈ സമയം തന്നെ നമുക്ക് നമ്മളെ കേക്ക് റെഡിയാക്കി എടുക്കാനുള്ള പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ കുക്കർ എടുക്കാം, അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രമാണെങ്കിൽ അതെടുക്കാം. ഇനി സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ അതും എടുക്കാം. എന്നിട്ട് ഇതാ അതിൻ്റെ മേലെ ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കമഴ്ത്തി വെക്കണത്. നിങ്ങളുടെ കയ്യിൽ കുക്കറിൻ്റെ തട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കണം. ഇനി ഇതാ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതേ ജാറിൽ തന്നെ നമ്മളിതാ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കുറേ സമയം ബീറ്റ് ചെയ്യരുത്. നമ്മളൊരു 30 സെക്കൻഡൊക്കെ ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ കോഴിമുട്ടയൊക്കെ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതായത് ഒരു 1/4 കപ്പിനേക്കാളും 2 ടേബിൾ സ്പൂൺ അധികം ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കൊരു ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോഴും കുറച്ച് തിക്കായിട്ടാണുള്ളത്, അപ്പോൾ ബാക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഒരു 1/4 കപ്പ് പാൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വാനില സ്പഞ്ച് കേക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതൊന്നും ചെറിയൊരു പോർഷൻ മാറ്റിയിട്ട് അതിൽ കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ചെറുതായിട്ടൊരു മാർബിൾ കേക്ക് പോലെ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഈ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിന് ഏകദേശം ഒരു പകുതി എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ മിക്സ് പെട്ടെന്ന് തന്നെ ബാറ്ററിൽ മിക്സായി കിട്ടും. അല്ലാതെ നമ്മൾ കൊക്കോ പൗഡർ ഡയറക്റ്റായിട്ട് നമ്മൾ ബാറ്ററിലേക്ക് ഇടുകയാണെങ്കിൽ അത് മിക്സായി കിട്ടാൻ കുറച്ച് പണിയാണ്. അങ്ങനെ നമ്മൾ വാനില മിക്സും ചോക്ലേറ്റ് മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ടീ കപ്പിലേക്ക് എങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന് നോക്കാം. ഇനി ഇതാ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ എടുക്കുന്ന ഡിസ്പോസിബിൾ പേപ്പർ കപ്പ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമ്മൾ ബാറ്റർ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഇനി ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 1 സ്പൂണ് വാനില മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് മിക്സും പിന്നെ അതിൻ്റെ മേലെ വീണ്ടും വാനില മിക്സാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഈ കപ്പിൻ്റെ ഒരു 1/2 ഭാഗം അല്ലെങ്കിൽ ഒരു മാക്സിമം 1/4 ഭാഗം മതി നമ്മൾ കേക്ക് ബേക്കായിട്ട് നന്നായിട്ട് പൊങ്ങി വരാനുള്ളതാണ് കേട്ടോ. ഇനി ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു കത്തിയോ എടുത്തിട്ടൊന്ന് ചെറുതായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒരു ചെറിയൊരു മാർബിൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. നമ്മൾ ബാറ്ററിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കേക്ക് ബേക്കായി വരുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു ബബിൾ പോലായിട്ട് വരും. ഇനി ഇതേപോലെ അല്ലെങ്കിൽ ഡിസൈൻ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ള കപ്പിലും കൂടി നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 4 കപ്പിലാക്കിയിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 5 കപ്പിലാക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യണ പോലെ തന്നെ ഈ പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും ഒരു 98% നമ്മൾ ഓവനിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് കിട്ടുക. അങ്ങനെ നമ്മളിതാ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 40-45 മിനിറ്റെങ്കിലും ചെറിയ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ചൂട് കറക്റ്റായിട്ട് ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള തുണി കൊണ്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ മൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്ക് ഒന്ന് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കിയാലോ. ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. നമുക്കിതൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ ഉള്ളിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന്. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കേക്കിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് കുത്തി നോക്കണം. ഇനി ഈ സമയം ഇങ്ങനെ മാവ് പോലെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി സമയം ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ചൂടാറിയതിന് ശേഷം കപ്പിൽ നിന്ന് ഓരോ കേക്കായിട്ട് എടുത്ത് മാറ്റാം. ഇനി ഇത് കപ്പിൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സാധാരണ ഒരു കേക്ക് ടിന്നോ ട്രേയോ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ബേക്ക് ചെയ്തെടുത്താലും മതി. ഇനി ഈ കേക്ക് ഒന്ന് കപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം. ഞാനൊരു കത്തി കൊണ്ട് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വെടിയിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും നല്ലോണം ചൂടാറിയിട്ടില്ല കേട്ടോ. നല്ലോണം ചൂടാറിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. എന്നാലും ഇതാ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ബാക്കി കേക്കെല്ലാം ഇവിടെ ചൂടോടെ തന്നെ തീർന്നു. ഇനി ചൂടാറാൻ കാത്തുനിന്നാൽ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാൻ പറ്റില്ല. കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ സിമ്പിൾ ടീ കപ്പ് കേക്ക്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻസിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ സിമ്പിളായിട്ടുള്ള കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.